ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പൊതുവിജ്ഞാനവും ബൈബിൾ ക്വിസും ചേർന്നുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷാനി ജോസ്, തിരുവനന്തപുരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ചാനൽ ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, യേശുക്രിസ്തുവിൻ്റെ ബലി. ക്രൈസ്റ്റ് പ്ലസ് മാസ്. അടുത്ത ചോദ്യം, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ ഉടനെ ഞാൻ ക്രിസ്ത്യാനിയാകുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, ഗാന്ധിജി. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലെ ഇസ്കറിയോത്ത യൂദ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം, ബിലയാമിനെ. അടുത്ത ചോദ്യം, സൺഡേ സ്കൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം, റോബർട്ട് റൈറ്റ്സ്. അടുത്ത ചോദ്യം, യഹൂദന്മാർ സ്വയം അഭിസംബോധന ചെയ്തിരുന്ന നാമം എന്താണ്? ഉത്തരം, ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെന്നാണ് അവർ സ്വയം അഭിസംബോധന ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം, ചെരുപ്പ് കാലിലിരിക്കുമ്പോൾ തലയിലിരിക്കുന്നത് എന്താണ്? ഉത്തരം, തലപ്പാവ്. യെഹെസ്കേലിന്റെ പ്രവചനം 24 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി വിളിച്ചത് ആരെയാണ്? ഉത്തരം, ആഴിയെ. സങ്കീർത്തനം 42 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ രൂത്തിന്റെ അമ്മാവിയമ്മ ആരാണ്? ഉത്തരം, രാഹാബ്. മത്തായിയുടെ സുവിശേഷം 1 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, യഹോവയിങ്കിൽ നിന്നും വർത്തമാനം കേട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം, ഓബദ്യാവ്. ഓബദ്യാവിൻ്റെ പ്രവചനം 1 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, നയമാൻ എലീശ പ്രവാചകനോട് എന്ത് കൈക്കൊള്ളാനാണ് പറഞ്ഞത്? ഉത്തരം, പ്രതിഗ്രഹം. 2 രാജാക്കന്മാർ 5 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ ജനത്തിൻ്റെ പാപമായ ഞാൻ ആരാണ്? ഉത്തരം, കാളക്കുട്ടി. ആവർത്തന പുസ്തകം 9 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, എറിയുന്ന ദൂരത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം, കല്ലേറ് ദൂരം. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 41 വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു താഴ്വരയാണ്, എനിക്ക് ആർക്കുമില്ലാത്ത പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സമുദ്രമാണ്, എൻ്റെ പേരിൽ പട്ടണവുമുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം, സിദ്ദീം താഴ്വര. പ്രത്യേകത, കീഴ്ത്താഴ്വര. ഇപ്പോൾ ഉപ്പുകടൽ. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 3-10 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 19 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു പട്ടണത്തിൻ്റെ പേരിലും താഴ്വരയുടെ പേരിലും അറിയപ്പെട്ടിരുന്നു. എന്നാൽ യഹോവയുടെ കോപത്തിലും ക്രോധത്തിലും നശിപ്പിക്കപ്പെട്ട പട്ടണങ്ങളോടൊപ്പം ഞാനുമുണ്ടായിരുന്നു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം, സെബോയീം. ആവർത്തന പുസ്തകം 29 അധ്യായം
22-ാം വാക്യം, 1 ശമൂവേൽ 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.